ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളി MLA കൂടിയാണ് അല്പസമയത്തിനകം സത്യപ്രതിജ്ഞയ്ക്കായി എത്തുന്നത്. അദ്ദേഹം ഇന്ന് രാവിലെ വളരെ കൗതുകമുണ്ടാക്കിയ വാർത്ത കൂടിയാണ്. സൈക്കിളിലാണ് സത്യപ്രതിജ്ഞയായി അദ്ദേഹം ജഗതിയിലെ വീട്ടിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തിയിരുന്നത്. അദ്ദേഹം നേരത്തെ ഈ മന്ത്രിമാരുടെ മുഖ്യമന്ത്രി അടക്കം സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ പോലും അവിടെ ഔദ്യോഗിക വാഹനങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് നടന്നെത്തിയത് വലിയ വാർത്തയായിരുന്നു. അപ്പോൾ ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിനായി അദ്ദേഹം സൈക്കിളിലെത്തിയിരിക്കുന്നു. പുതുപ്പള്ളിയുടെ MLA ആണ്. അദ്ദേഹത്തിന്റെ പ്രചാരണത്തിലും അത്തരത്തിലുള്ള ഒരു വൈവിധ്യം കൂടി നമ്മൾ കണ്ടതാണ്. ഫ്ലക്സുകളൊക്കെ ഒഴിവാക്കി സൈക്കിളിൽ ആളുകളെ കണ്ടുകൊണ്ട് പ്രചാരണം നടത്തി വലിയ രീതിയിൽ ജനശ്രദ്ധ ആകർഷിച്ച ജനകീയനായ ഒരു MLA കൂടിയാണ് പുതുപ്പള്ളിയുടെ ചാണ്ടി ഉമ്മൻ. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാനായി എത്തുകയാണ്. ചാണ്ടി ഉമ്മൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ശ്രീ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളി MLA അദ്ദേഹം ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. അടുത്തതായി ശ്രീ ശ്രീയക് തോമസ് പീരുമേട് MLA അദ്ദേഹം അല്പസമയത്തിനകം തന്നെ സത്യപ്രതിജ്ഞയ്ക്കായി എത്തുകയാണ്. 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം തുടങ്ങുമ്പോൾ MLA-മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പ്രോട്ടം സ്പീക്കറുടെ സാന്നിധ്യത്തിൽ നടക്കുന്നു. സിറിയക് തോമസ് എത്തുന്നു. അതിനുശേഷം സത്യപ്രതിജ്ഞ ചെയ്ത അംഗങ്ങൾ ഓരോരുത്തരായി അവരെ പ്രോട്ടം സ്പീക്കർ G. സുധാകരനെ കണ്ട് അദ്ദേഹം അവരെ അഭിനന്ദിച്ചുകൊണ്ട് മടങ്ങുന്ന കാഴ്ചകൾ കൂടി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായി പീരുമേട് MLA സിറിയക് തോമസ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാനായി എത്തുകയാണ്. സിറിയക് തോമസ് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. പീരുമേട് MLA ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് അധികാരമേറ്റെടുത്തിരിക്കുകയാണ്. ശ്രീ സിറിയക് തോമസ് നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തു അധികാരമേറ്റെടുക്കുന്നു. അദ്ദേഹം നിയമസഭാ രേഖകളിൽ കൂടി ഒപ്പുവയ്ക്കുകയാണ്. അത് കഴിഞ്ഞാൽ അടുത്തതായി വരുന്നത് ശ്രീ ദീപക് ജോയ് ആണ്. തൃപ്പൂണിത്തുറ MLA ദീപക് ജോയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കും. ശ്രീ ദീപക് ജോയ് സഭാ നടപടികൾ പുരോഗമിക്കുമ്പോൾ MLA-മാരുടെ സത്യപ്രതിജ്ഞയാണ് സഭയിൽ പുരോഗമിക്കുന്നത്. അടുത്തതായി ശ്രീ ദീപക് ജോയ് തൃപ്പൂണിത്തുറ MLA-യുടെ ഊഴമാണ് സത്യപ്രതിജ്ഞ ചെയ്യാനായി. ദീപക് ജോയ് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ദീപക് ജോയ് ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്.